ഓക്കെ ഗൈസ്, സോ നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് റോബ്ലോക്സ്. സോ നമ്മളിന്ന് റോബ്ലോക്സിൽ ഒരു പുതിയ ഹോബിയാണ് കളിക്കുന്നത്. സോ ആ ഹോബിൻ്റെ പേരാണ് കാർണിവൽ ഓഫ് ടെറർ ഹോബി പറയട്ടെ. ഇതാണ് മനുഷ്യരാം എടുക്കണം. ഓക്കെ ഗൈസ്, വന്നിട്ടുണ്ട് സംഭവം. ഇതാണ്. അയ്യോ, സോ ഇതാണത്. കണ്ടോ, ഇതാണത്. എന്തോ സ്റ്റാർട്ടിങ്ങിൽ എന്തോ പ്രശ്നം വന്നാണ്. ഇതാണത്. സോ ഇതില് കാർണിവൽ ഓഫ് ടെറർ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൽ കുറെ പാർക്കോർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ. സോ നമുക്കതൊന്ന് കുറച്ച് കളിക്കാം. പിന്നെ നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോ അതിന് വ്യൂസ് ഒക്കെ ഉണ്ട്. പിന്നെ അതിന്റെ ബാക്കി ഇനി കളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, നമ്മളിത് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഗെയിം സാധനം കുറച്ച് സത്യം പറഞ്ഞാൽ കളിച്ചിട്ടുണ്ട്. ഞാൻ റോബ്ലോക്സിൽ ആദ്യമായിട്ട് നല്ലപോലെ കളിച്ചൊരു സാധനം എന്ന് പറഞ്ഞ ഇതാണ്. നമ്മളിതിൽ കയറി പോവില്ല, നമ്മളിതിൽ കൂടെ ഇങ്ങനെ നടന്നു പോയാൽ മതി കേട്ടോ. ഓക്കെ, ഞാൻ ജസ്റ്റ് അതിലൊന്ന് കയറിയെന്നുള്ളൂ. ഓക്കെ ഗൈസ്, ഓക്കെ ഓക്കെ. സോ ഞാൻ തിരിച്ചു തരാം. എന്തോ ഒരു ലാഗ് ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ വന്നിട്ടുണ്ട്. സോ ആദ്യത്തെ ഇതാണ്, നമ്മൾ ഈ ലാവയെ തൊടാതെ ഈ പൊട്ടിയ പീസുമ്പോൾ കൂടെ ഇങ്ങനെ നടന്നു പോവുക, നടന്ന് ചാടി പോവുക. ഓക്കെ, ഈ ബലൂണൊക്കെ ഉണ്ടാവുക തല്ലികൊണ്ട് പൊട്ടിക്കാൻ പറ്റണം. അയ്യോ, പൊട്ടി പൊട്ടിക്കല്ലേ. ഞാൻ അത് കളിച്ചിട്ട് കുറേ ദിവസമായി. ഓക്കെ, നമ്മളിനി ഇതിൽ കൂടെ വയസ്സല്ല 2 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും കളിച്ചിട്ട്. നമ്മൾ ഇങ്ങനെ ചാടണം. നമുക്ക് ഇവിടെ എന്ത് പല്ല് പോലത്തെ സാധനമൊക്കെ ഉണ്ട്. ഇത് ഒരു ഹൊറർ ഹോബിയാണ്. മറ്റേ രണ്ടെണ്ണം വലിയ ഹൊററൊന്നുമല്ല. ഇത് ഹൊറർ പോലത്തെ ഒരു ഹോബിയാണെന്നാണ് ഇവർ പറയുന്നത്. അത്രയ്ക്ക് വലിയ ഹൊററൊന്നുമില്ല. ഇതിലൊരു ക്ലൗണാണ് സീന്. ഓക്കെ, ഇതിലുണ്ട്. ഇവനാണ് നമുക്ക് കുറച്ച് ടിപ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ. ഈ കളർഫുൾ തൊപ്പിയിട്ട ഈ ബലൂൺ കുളിച്ചിരിക്കണോ അവന്. ഓക്കെ, അയ്യോ ചെറിയൊരു ലാഗ് ഉണ്ട് കേട്ടോ. ക്വിക്ക്ലി ത്രൂ ഹിയർ ബോയിലർ റൂം. ഓക്കെ, ബോയിലാക്കാനുള്ള റൂം പോലെ ഉണ്ട്. ഓക്കെ, അത് തോന്നി. അയ്യോ, നമ്മൾ ആദ്യത്തെ ഇതാണ്. അത് ലാഗാണ് കേസൊക്കെ. ഈ ലാഗ് ഇതിന് മാത്രം വരാൻ കാരണം എന്താണെന്ന് എനിക്ക് അത്ര കണ്ട് അറിയില്ല. അയ്യോ, ഇപ്പോൾ ഈ മാപ്പിന് നല്ല ലാഗ് വരാൻ ചാൻസ് ഉണ്ട്. മറ്റേതിന് അത്ര. ഓക്കെ, എന്തായാലും നോക്കി നോക്കാം. ഓക്കെ, ഞാനതിൻ്റെ ലാഗ് എങ്ങനെയൊന്ന് കുറക്കാൻ നോക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ ചെറിയൊരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞങ്ങൾക്ക് ചിലപ്പോൾ മാറ്റം തോന്നുന്നുണ്ടാവില്ല. എനിക്കും വലിയ മാറ്റം തോന്നണില്ല. ഓക്കെ, തീ പോകുന്നുണ്ട്. മറ്റേ തീ ഇങ്ങനെ ഫീന്ന് പറഞ്ഞിട്ട് പോകുന്നത്, ഇതിങ്ങനെ തൂ പറഞ്ഞിട്ട് പോകണം. ഓക്കെ, എന്തായാലും ആയിക്കോട്ടെ, കുറച്ച് സൂമാക്കാം. നമ്മളിനി ഈ തള്ളിക്കണ പൈപ്പ് കൂടെ നടന്നു പോകണം. അയ്യോ, ഓക്കെ, നമ്മളിങ്ങനെ പോകണം കേട്ടോ. അത് കൂടെ ചാടാൻ പറ്റില്ല. ഇതല്ല പണിയുള്ള സംഭവമാണേ ഈ സാധനം. ഇത് പിന്നെ എനിക്ക് ആദ്യമൊന്നും തീരെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത് പിന്നെ ഞാനങ്ങ് ചെയ്തങ്ങോട്ട് സെറ്റായി. ചിലപ്പോൾ ഇനി കുറേ ദിവസം കഴിഞ്ഞിട്ട് ചെയ്യണോണ്ടേ ചെറിയൊരു ഇതൊക്കെ ഉണ്ടാവും, ഒരു തപ്പിപ്പേഴ. ഓക്കെ, ആ ക്ലൗണിൻ്റെ കൈയാന്ന് തോന്നണത്. അങ്ങനെ നമ്മളൊന്ന് പിടിക്കും. ഇങ്ങനെ ആദ്യം ഇങ്ങനെ പിടിക്കാൻ വരുമ്പോൾ അതിന് 5 വിരലുണ്ടാവും, പിന്നെ 4 വിരലാവും. അയ്യോ, വേറെ ആളായിരുന്നു. മറ്റേ സ്റ്റീൽ ബ്രെയിനൗട്ടിൻ്റെ ആനിമേഷനൊക്കെ ഇട്ടിട്ടാണ്. സ്റ്റീൽ ബ്രെയിനൗട്ട് യൂട്യൂബേഴ്സിനൊക്കെ ഉണ്ടാവില്ല, ഇങ്ങനെ ഓടുന്ന ഒരു ആനിമേഷൻ. ഒരു കാലം ഇങ്ങോട്ട് വെച്ച ഇങ്ങനെ ഒരാൾ ഇങ്ങോട്ട് വെച്ച ഒരു കാലം അങ്ങനെ ഓടും. ഇപ്പോൾ കണ്ടല്ലോ ആനിമേഷൻ. ഓക്കെ, ചാടി പോവാണ്.
അയ്യോ അയ്യോ ആ പോയി. ഇത് നമ്മളുടെ ഷിഫ്റ്റ് ലോക്കിൻ്റെ ഉപയോഗം, ഷിഫ്റ്റ് ലോക്ക് ഫസ്റ്റ് പേഴ്സൺ മൗസ് ലോക്കിൻ്റെ ഉപയോഗം നമ്മൾ വാങ്ങിക്കുന്നു. ഇല്ല വേണ്ട, നമുക്ക് ഷിഫ്റ്റ് ലോക്ക് ഇടാം. നമുക്ക് ഷിഫ്റ്റ് ലോക്ക് ആകുമ്പോൾ ക്യാരക്ടറിനെ കാണാൻ പറ്റുമല്ലോ. ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ സാവധാനം ഇങ്ങനെ ചാടി ചാടി പോവാം. കണ്ടോ? അയ്യോ കണ്ടോ, ഇങ്ങനെ ചാടി നല്ല ചാടി പോയി. അല്ലെങ്കിൽ ഇങ്ങനെ ചാടി 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 ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ ചാടി പോവാ. നമുക്ക് വിൽക്കാൻ വയ്യ. ഓക്കെ, ഇതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ടഫുള്ള ഭാഗം തോന്നണേ കളിച്ചതിൽ വെച്ചിട്ട്. ഓക്കെ ഓക്കെ, ഞാനെൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഇത് കളിച്ചിരുന്നു കേട്ടോ. ഓക്കെ, ഇത് ടൈറ്റ് റോപ്പാണ്. സോ നമ്മളിതിൽ കൂടെ ഇങ്ങനെ നടന്നു പോയാൽ മതി, വലിയ സീനൊന്നുമില്ല. നമ്മളിങ്ങനെ ഈ ഭാഗത്ത് മാത്രം നമ്മളെ മൗസുമ്മ തൊടുക. ഇങ്ങനെ ഈ ചെരിവുള്ള ഭാഗത്ത് മാത്രം നമ്മൾ മൗസുമ്മ തൊടുക. അല്ലാത്തപ്പോൾ നമ്മൾ ആടിപൊളി. അല്ലാത്തപ്പോൾ നമ്മൾ മൗസുമ്മ തൊടരുത്. കണ്ടോ? മൗസുമ്മ തൊടുമ്പോഴാണ് നമുക്കത് ഇളക്കാൻ തോന്നുക. ഇളക്കിയാലാണ് നമുക്ക് വിൽക്കാൻ തോന്നുക. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ. ഞാൻ ഇനി ആ ട്രിക്കൊന്നും ഉപയോഗിക്കുന്നില്ല. ഞാൻ നമ്മളുടെ ഓൾഡ് ട്രിക്കാണ് ഉപയോഗിക്കുന്നത്. ഓൾഡ് ട്രിക്കെന്ന് ഉദ്ദേശിച്ച് അങ്ങനെ 100 വഴി എൻ്റെ ഏരോ കീസിലോട്ട് സ്വിച്ച് ചെയ്താലോ. ഏരോ കീസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഏരോ കീസ് കൺട്രോൾ നല്ല പണിയാണ്. ഞാൻ ചിലപ്പോൾ അടുത്ത എപ്പിസോഡിൽ ചിലപ്പോൾ ഞാൻ ഈ കൺട്രോളറിൽ ഗെയിം പാഡില്ല അതിൽ കളിക്കാൻ വരാം. ഓക്കെ, ഗെയിം പാഡ് വെച്ചിട്ട് കളിക്കാൻ പറ്റുമോ എന്ന് നോക്കണം. അത് ചാർജൊക്കെ ചെയ്യണ കേസൊക്കെ പറ്റില്ല കേസ്. ഞാൻ എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ടാണ് മൂവ്മെൻറ്റ് കീസൊക്കെ വളർത്തുക. ഒന്ന് മാറത്തരുവോ? ചാടട്ടെ. പിന്നെ നമുക്ക് വേറെ പണിയുണ്ട്. അപ്പോഴാണ് അവിടെ മെല്ലെ ചലിച്ച് ഇങ്ങനെ ഈ വളക്കണ സമയത്ത് നമ്മളിങ്ങനെ ചലിക്കണം. ഐ മീൻ ഇങ്ങനെ ആകുമ്പോൾ ചെരിവ് വരുന്ന സ്ഥലത്ത് നമ്മൾ മെല്ലാക്കിയാൽ മതി. ബാക്കി ആകുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ഓടുക. ഡബിൾ ഇങ്ങനെ മെല്ലെ അമർത്തി ചാടുക. നമ്മളങ്ങനെ ആ ഭാഗം തീർത്തിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഇത് പിന്നെ നല്ലൊരു മാപ്പാണ്, മറ്റേ പോലല്ല. സ്കൂളിൻ്റെ മാപ്പ് ഇഷ്ടമല്ല. നിങ്ങൾ ഈ വീഡിയോക്ക് അല്ലെങ്കിൽ ആ വീഡിയോക്ക് കമൻറ്റ് ഇടുക. എന്നാൽ പിന്നെ ഞാൻ വെറുതെ വിടില്ല അതിനെ. പിന്നെ ഞാനതിനെ തീർത്തിട്ട് തന്നെ വിടണ്ടാവുള്ളൂ. കുറച്ചും കൂടി ഉള്ളൂ. ഞാനിപ്പോൾ ലാസ്റ്റ് കളിച്ച അവിടുന്ന് കുറച്ചും കൂടി ഉള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ ഒറ്റക്കൊണ്ട് ചെയ്യും. നിങ്ങളൊന്നും കമൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എൻ്റെ വീഡിയോക്ക് വന്നാൽ ആരും കമൻറ്റ് ഒന്നും ചെയ്യലില്ല. എന്നാലും കമൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കൊരു ഉപകാരമാവുമല്ലോ. ഞാൻ ഈ ഭാഗത്ത് ആദ്യം എത്തിയപ്പോൾ വിചാരിച്ച് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകേണ്ടത്. പക്ഷെ നമ്മൾ ഇത് കയറിയിട്ടാണ് പോകേണ്ടത്. ഇതെന്താണ് ഇവരിങ്ങനെ AFK? അത് നടുറോട്ടി കൊണ്ടായിട്ട് മനുഷ്യന്മാർക്ക് പോകണ്ടേ? ഓക്കെ, നമ്മളതിൻ്റെ ജയൻറ്റ് വീലിൽ അവിടെ എത്തിയിട്ടുണ്ട്. ഗൾപ്പ് ഐ ക്യാൻ ഹിയർ എ ക്ലൗൺ ലാഫിങ്. ഓക്കെ, ഇതിൽ മറ്റേ പോലെ തന്നെ ഒരു ക്ലൗൺ ഉണ്ട്. ഇതിൽ കുറച്ച് സ്പൂക്കിയാണ് കാര്യങ്ങളൊക്കെ. സ്പൂക്കി. ഓക്കെ, നമുക്ക് ഈ ബോഗിയിൽ കയറാം. കയറാൻ പറ്റൂല. കയറാൻ പറ്റുമോ? കയറാൻ പറ്റില്ല ഗൈസ്. ഓക്കെ, നമുക്ക് അടുത്ത ബോഗിയിൽ കയറാൻ പറ്റില്ല. എൻ്റെ അടുത്ത് ഏറ്റവും കയറാം. ഓക്കെ, ചിലപ്പോൾ ഈ ബ്രൗൺ കഴിഞ്ഞിട്ടുള്ള കയറാം. ബ്രൗണല്ല, മെറൂൺ. അപ്പോൾ ബോട്ടിയോ ശനെ പിടിച്ച് റെസ്പോൺസ് പോയിന്റ് അവർക്ക് ഇവിടെ വെച്ചൂടെ? ഇതിനാണ് വെറുതെ മനുഷ്യനെ വിനക്കെടുത്താനായിട്ട്. ഇപ്പം വരൂ കള്ള കോമാളിയാണ്. ക്ലൗണാ, കോമാളി ക്ലൗൺ. പിന്നെ ബോഗി കയറി ഒന്നും അടിക്കാൻ വയ്യ കേട്ടോ. നൂബാണ് ഗൈസ്. നമ്മളെ സെക്കൻഡറി. ഇതെന്താ ഇതിനൊരു ആട്ടം?
ഞാൻ ആൾക്കാരല്ല ഗൈസ്. ഞാനിപ്പോൾ ഒന്നും തൊടണമെന്നില്ല. ഞാൻ വെറുതെ ആക്കുകയാണ്. ഇതൊരു ഭീഷണിയാവോ? ഏയ്, ഇതൊക്കെ നമ്മളിതിൽ കുറച്ച് റിസ്കി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് നമ്മൾ ഓക്കെ റിസ്കി അല്ല ഓട്ടോമാറ്റിക് അല്ലേ. ഒക്കെ ടൈറ്റ് റോപ്പ് വീണ്ടും നമ്മൾ ഓൾഡ് ഫാഷൻ വേ. ഇതിൽ ഫുള്ള് വളഞ്ഞിട്ടാണ്. മറ്റേതാണെങ്കിൽ കുറച്ച് സ്ട്രൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇത് ഫുള്ള് വളഞ്ഞിട്ടാണ്. മനസ്സിലായെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ കെയർഫുൾ ആവണം. നമ്മളെ ക്യാമറയാണ് ഏറ്റവും ഫസ്റ്റ് തിരിക്കേണ്ടത്. Okay, there is only one way down. Hop into the drop ride. ഓക്കെ, നമ്മൾ ഡ്രോപ്പ് റൈഡിലേക്ക് ചാടിക്കുകയാണ്. ഓക്കെ, ഇനി ഇത് ഒറ്റ പോക്കണ്ട് പോകും. നിങ്ങൾ ചിലപ്പോൾ വല്ല അമ്യൂസ്മെൻറ്റ് പാർക്കിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഞാൻ സ്കൂൾ ടൂറിന് മാത്രം അങ്ങനെ അമ്യൂസ്മെൻറ്റ് പാർക്കിലൊക്കെ അങ്ങോട്ട് പോയിട്ടുള്ളൂ. വേറെ അങ്ങനെ വലിയ അമ്യൂസ്മെൻറ്റ് പാർക്കിലൊന്നും പോയിട്ടില്ല. വാട്ടർ പാർക്കിൽ പോയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അത് വലുതാണ് ഗൈസ്. വാട്ടർ പാർക്ക് വലിയ പാർക്കാണ്. അതിലും അമ്യൂസ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പോയില്ല എന്നൊന്നും പറയില്ല. ഓക്കെ, ആ റൈഡിലൊന്നും കയറിയിട്ടില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചതൊക്കെ. ഓ, ക്യാൻഡിൽസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇറച്ചി വെട്ടണ കത്തിയാന്ന് തോന്നണേ. നല്ല ഷാർപ്പായിട്ടുണ്ട്. ഓ, വലിയ ബോൾ ആ ബോളിനോട് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ വിചാരിച്ചില്ല. ബോളാണ് ഞാൻ ചതിച്ചത്. ഈ ബോളാണ് ഇന്ന് ചതിച്ചത്. മറ്റേ ബോൾ നല്ല കുട്ടിയാണ്. അതാ ഇപ്പം വീണ്ടും വന്ന്. ഓ, എന്താ അത്? മാനുവിനും വവ്വാലിനും ഉണ്ടായ ഒരു ജീവി. ഓക്കെ, സ്കെലട്ടനൊക്കെ ഉണ്ട് ഇവിടെ. സൈഡിൽ 2 തല. അത് കുരങ്ങൻ്റെ സ്കെലട്ടനാ? അല്ല, സ്കള്ളല്ലേ. സോറി. ഓ പാർക്കോറാണ്. പാർക്കോറല്ലേ, അത് നമുക്ക് ചെയ്യാം. ഞാൻ പാർക്കോറല്ലേ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. ഓ, ഞാൻ പിടിച്ചിക്കണോ? ഏതാ അതോ വീണ്ടും ഏതാ ഉണ്ടോ? നമ്മൾ സ്കില്ലാണൊക്കെ ഉണ്ടോ? ഓക്കെ, ഇതെന്താ മൈൻക്രാഫ്റ്റിലുണ്ട് ഗൈസ്. മൈൻക്രാഫ്റ്റിലുണ്ട് നെതറിൽ ഇങ്ങനത്തെ ഒരു സാധനം. ഞാൻ മൈൻക്രാഫ്റ്റിൻ്റെ ഒരു എപ്പിസോഡ് നിങ്ങൾ പറയും ലാപ്ടോപ്പിൽ. മിക്കവാറും സ്മൂത്ത് ആയിരിക്കാം. ഓക്കെ, ഒരു പുട്ടുംകുറ്റി പോലത്തെ സാധനം ഉണ്ടായിരുന്നു. പുട്ട് പോലെ ഇങ്ങനെ ഇത് വരുന്നുണ്ട്. തീഗോളങ്ങൾ. ഓക്കെ, നമ്മൾ ഇതിൽ ഇങ്ങനെ ചാടി ഫുള്ള് തുരുമ്പാണ് ഗൈസ്. പോയിസം പിടിക്കണാവോ? അത് മറ്റേല്ലേ? ഓ, പോയി. into the abyss അതാ വേണ്ടു. into the abyss. ഓക്കെ, ഇപ്രാവശ്യം കൂടി ഞാൻ തോക്കുന്നുണ്ടെങ്കിൽ ഹാർട്ട് ട്രിക്ക് അടിക്കാൻ നോക്കാം. അല്ല, ഇതാ തോന്നുന്നത് ഇതിൻ്റെ ഏറ്റവും ടഫുള്ള ഭാഗം തോന്നുന്നു കേട്ടോ. ഞാനൊരു വൈപ്പ് പോലും ഇതുവരെ കടന്നിട്ടില്ല ബ്രോ. നമുക്ക് മറ്റേ പോലെ ആവേണ്ടത്. ഇതിൻ്റെ റോബ്ലോക്സിലെ ഏറ്റവും ഫേവറേറ്റ് ലാസ്റ്റത്തെ എൻ്റെ റോബ്ലോക്സിലെ ഏറ്റവും ഫേവറേറ്റ് മാപ്പാണ് ഗൈസ്. സോ ഇതിനെ എങ്ങനെ ആക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഞാൻ തീർക്കും ഗൈസ്. ഓക്കെ, ഞാൻ ഇതുവരെ തീർത്തടിയാ. അങ്ങനെ സമയം കിട്ടാറില്ല തീർക്കാൻ. വേറെ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ വേറെ ഗെയിംസൊക്കെ കളിക്കും. ഇത് മാത്രം കളിച്ചാൽ പോരല്ലോ. അപ്പോൾ പിന്നെ ഞാനിത് ഇതാക്കാറില്ല. പിന്നെ ഞാൻ റോബ്ലോക്സ് തൊട്ടിട്ടേ ഉണ്ടായതില്ല. ഞാൻ അങ്ങനെ ഗെയിം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇത് കുറച്ചും ചേട്ടാ ലാസ്റ്റത്തെ പൈപ്പ് ചെയ്യുന്നു. അതും കൂടി ചാടിയതെങ്കിൽ പിന്നെ വേഗം വീട്ടിൽ പോയി. അല്ല, ഇപ്പം എൻ്റെ വീട് എവിടെ? അല്ല, എൻ്റെ വീടും ഇതൊന്നുമില്ല. അപ്പോൾ പിന്നെ അവിടെ കിടന്നുറങ്ങാം. എനിക്കറിയാം ഫുഡ് കൊടുക്കുമ്പോൾ ഫുഡ് വേണ്ടേ? ഓ, പിടിച്ചോണൊക്കെ സ്കില്ലിപ്പോൾ വേണ്ട. അല്ല, ഓക്കെ, ഉച്ചക്ക സ്കില്ലാണ്. സ്കില്ലിടാ അങ്ങനെ ആക്കിയാൽ പിന്നെ എന്തായാലും പോകും.
ഇങ്ങനത്തെ ഈ പൈപ്പുമ്മേ ഓക്കെ ഞാൻ ഈ വേഗം ഈ പൈപ്പുകൾക്ക് കടക്കട്ടെ. പൈപ്പിൻ്റെ സമയം വേസ്റ്റ് ആക്കുന്നു. ഇവിടെ പ്രേക്ഷകർ കാണുന്നുണ്ട്, ലൈവായിട്ടൊന്നുമല്ല. ലാസ്റ്റത്തെ പൈപ്പ് ഗൈസ്, ഈ ലാസ്റ്റത്തെ പൈപ്പാണ് നമ്മളെ ഏറ്റവും കൂടുതൽ പ്രശ്നകാരിയാക്കുന്നത്. ഇത് ഗൈസ് അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ അവിടെ കടന്നൊക്കെയാണ്. സോ നമുക്ക് ഇങ്ങനെ ചാടാം. ഓക്കെ, നമ്മൾ വീണ്ടും ആ സ്കള്ളിൻ്റെ സ്ഥലത്തെത്തിയിട്ട് ഇവന് വീണ്ടും ഇവന് കാരണമാണ് ഇങ്ങനെയാണ്. ഓ ഇത് മറ്റേതൊക്കെ ഇത് ഇഷ്ടമല്ല ഗൈസ്. ഈ 3 മാപ്പിലുണ്ട് ഈ മിന്നൽ വേഗതയിൽ കൂടെ പോകണം. ഈ 3 വട്ടവും ഈ മിന്നൽ വേഗത മാപ്പിനെ കൊണ്ട് ചെയ്യാന്നുണ്ടെങ്കിൽ മിന്നൽ വേഗതൻ്റെ ഒരു വീഡിയോ ഞാൻ എന്തായാലും. ആഹാ അത്രക്കായ എനിക്ക് മിന്നൽ വേഗത ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, നമ്മൾ അത്ര കൊണ്ട് മിന്നലല്ല. ഇതെന്താ ഇപ്പം ചെയ്യുക? ഓക്കെ, എനിക്ക് ആണെങ്കിൽ ചാടാൻ പറ്റില്ല. സോ നമുക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ അറ്റത്തുനിന്ന് ചാടുന്ന. ഓക്കെ, നമ്മളിങ്ങനെ അറ്റത്തുനിന്ന് ചാടും. ഓക്കെ, അറ്റത്തുനിന്ന് ചാടും. അറ്റത്തുനിന്ന് ചാടും. ഓക്കെ ഗൈസ്, ഇങ്ങനെ പറഞ്ഞ് പോയാൽ മതി. ഇനിയുണ്ട്. അപ്പോൾ അത് മറ്റേത് പഴംപൊരിയല്ല ഇതൊക്കെ ഞങ്ങൾക്ക് പറയാം. ഓക്കെ ഗൈസ്, ഫസ്റ്റ് ട്രൈ അല്ല, മറ്റേ രണ്ടാമത്തെ ഫസ്റ്റ് ട്രൈ ആണ്. ഇതെന്താ നീല പോർട്ട്? നീല എന്ന് പറഞ്ഞാൽ ഡബിൾ. ഇത് തോന്നണ ഹൈറ്റ് കൂട്ടാനാണ്, ചാടുന്ന ഹൈറ്റ്. അത്രേ ഉള്ളൂ ബ്രോ. നമ്മളെ സ്കില്ലാണ്. ഞാൻ ഇവിടെ ഒന്നും കളിച്ചിട്ട് കേട്ടോ, സത്യം പറയാം. ഞാൻ ഇവിടെ ഒന്നും കളിച്ചിട്ടില്ല. എനിക്ക് തോന്നിയതാണ് ചിലപ്പോൾ അത് ഹൈറ്റ് കൂട്ടണതാവുന്നു. പ്രഡിക്ഷൻ സ്കിൽ. ഓക്കെ, മറ്റേ എന്താണ് പറയുക? അയ്യോ, അതിനെന്തിനു പറയണേ, ഞാൻ മറന്നുപോയി. മറ്റേ ലാഭ വരണേ എന്ത് പറയണ്ടത്? അഗ്നിപർവ്വതം. ഓക്കെ, അഗ്നിപർവ്വതം ഉണ്ട് ഇവിടെ. സ്പീഡ് കൂട്ടണ വീണ്ടും കൊയ്യ ബ്രോ. ഇവിടെ മറ്റേ തീ. അത് അഗ്നിപർവ്വതത്തേക്ക് നമ്മൾ പോകണം തോന്നണം. അഗ്നിപർവ്വതം എവിടെ? അയ്യോ, അങ്ങണ്ടാണ്. സോറി. ഓക്കെ, നമ്മൾ അഗ്നിപർവ്വതത്തേക്ക് പോവുകയാണെങ്കിൽ ലെറ്റ്സ് ഗോ. ഓക്കെ, ചെക്ക് പോയിന്റ്. ഫൺ ഹൗസ് എന്ന് എഴുതിയിട്ടുള്ളൂ, എന്നെ എഴുതിയിട്ടില്ല. ഓക്കെ ഗൈസ്, ഞാനൊന്ന് പോസ് ചെയ്തതാണ്. ഓക്കെ, ഹൗസിൽ എത്തിയിട്ടുണ്ട്. ഇത് നമ്മളെ കളിക്കണ്ട. ദാറ്റ് പ്ലേസ് വാസ് സ്കെയറി ബട്ട് വി ആർ സ്റ്റിൽ ട്രാപ്ഡ് ഇൻ ദ കാർണിവൽ. ചെക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഇതിന് 2 പാർട്ട് ഉണ്ടാവും, അറിയില്ല ഗൈസ്. കയ്യാറായൊന്നും നമുക്ക് അറിയില്ല. അയ്യം പല്ല് ചൂടെ മിസ്റ്റർ. പല്ലും തേക്കൂല, കയ്യും കേൾക്കൂല. ഇങ്ങനെ നമ്മൾ ഹൗസ് കഴിഞ്ഞിട്ടുണ്ട്. അത് ഇതിൻ്റെ ബഗ്ഗായതാണോ? ഇത് കഴിഞ്ഞിട്ട് ചെയ്യാം ഗൈസ്. ഇതിപ്പം കഴിഞ്ഞിട്ട് ചെയ്യാം. പോയി കൊന്നത് കയ്യാറായിരുന്ന ഒരു ഇതെന്ത് ഇങ്ങനെ എന്തോ പോലുണ്ട് ഗൈസ്. ഒരു ഈ ഫസ്റ്റ് പേഴ്സണിൽ ഇട്ടാൽ ഇതിൻ്റെ ടഫ് കൂടുക കുറേ അറിയില്ല ഗൈസ്. നമുക്ക് ടഫ് കുറഞ്ഞാൽ മതി. അമ്മേ, ഈ ലൈറ്റ് ആരും കാണാല്ലേ? ലൈറ്റിനെ ഞാൻ പറയും. ഞാൻ ആ ലൈറ്റിനെ പറയുള്ളൂ. നമുക്ക് ആ ലൈറ്റിനെ അങ്ങോട്ട് പിടിച്ചില്ല. നല്ല പണിയുണ്ട് ഗൈസ്. ഇത് എത്ര ഉണ്ട്? 10,000 എണ്ണം ഉണ്ട്. ഇത് സിമ്പിൾ ആണ് എന്ന് ഞാൻ പറയുക ഇല്ല. അതൊരു ഇല്ലൂഷൻ പോലെയാണ് ഗൈസ്. ഓക്കെ, ഓരോ ഇത് കൂടുമ്പോഴും നമ്മളുടെ ഒരു എന്തോ പോലെ ആവുന്നത്. ഓക്കെ ഗൈസ്, നമ്മൾ ചെസ് ബോർഡിൻ്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അയ്യോ, ഇതൊക്കെ പേടിയാ. ഓക്കെ, നമുക്ക് കുറച്ച് ട്രാപ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ ട്രാപ്സ് ഇങ്ങനെ അവോയ്ഡ് ചെയ്തിട്ട് ഇങ്ങനെ അവോയ്ഡ് നല്ല അവോയ്ഡാണ്. നല്ലപോലെ ട്രാപ്സ് അവോയ്ഡ് ചെയ്ത് പോകുമ്പോഴാണ് ഞാൻ എൻ്റെ ക്യാമറ മാറ്റിയത്. അപ്പോഴാണ് ഞാൻ അവോയ്ഡ് ചെയ്യാൻ മറന്നത്. ഓക്കെ, ഇങ്ങനെ കണ്ട് അവോയ്ഡ് ചെയ്ത് നമ്മൾ പോവാണ്. ഓക്കെ വീണ്ടും പോയി. ഇത് ഇപ്പോൾ കയ്യത് ഞാൻ കയ്യാൻ വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. ഓക്കെ അയ്യോ,
അത് ബഗ്ഗായി ഗൈസ്. കഴിഞ്ഞത് മെയിൻ പ്രശ്നമാണ് ബഗ്ഗായി. ഞാൻ ഇന്നേ വരെ ഞാൻ ഇങ്ങോട്ടൊന്നും കളഞ്ഞിട്ടില്ല. ഓക്കെ നമുക്ക് ഇതിങ്ങനെ നമ്മൾ കാലൊന്നും കാണിയല്ലോ. അപ്പോൾ ഇമ്മ തട്ടിയ കുഴപ്പമുണ്ടാവാതിരിക്കണ്ടല്ലേ. ഇതെന്താ അപ്പം എന്താ ചെയ്യേണ്ടത്? ചാടാൻ തോന്നണം ഗൈസ്. അപ്പം ചാടലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ അവിടെ എത്തി നമ്മൾ ചാടണം. ഓക്കെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ചാടിക്കോ. നമുക്ക് ചാടിയാൽ മതി. ഓക്കെ ഇവിടെ ചാടണം. ഓക്കെ നമ്മൾ വീട് വാതിൽ തുറന്നിട്ടുണ്ട്. കഴിഞ്ഞാ അയ്യോ വെയ്യ. ഇതെന്താ എഴുതിയിട്ടൊന്നുമില്ലേ? ഓക്കെ അത് മറ്റേത് ഇങ്ങനെ ഒരു ഗെയിമുണ്ട്, ഒരു കാറിൻ്റെ ഗെയിം. ഇതാ കാറിൻ്റെ ഗെയിമല്ല. ഇതിൽ ഒബ്സ്റ്റക്കിൾസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ നമുക്കിത് ഇങ്ങനെ പോവാം. ഇതിൽ നമ്മളിങ്ങനെ പോകുമ്പോൾ ഓരോ ഇങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കും. നമ്മൾ ഓരോ വട്ടവും വ്യത്യസ്ത തരമായ കട്ടയിൽ കൂടെ പോകണം. അയ്യോ ഇത് പ്രശ്നം. വോയിസ് നടു കൂടെ പോകാൻ പറ്റുമോ? അങ്ങനെ പറ. ഓക്കെ ഇത് സിമ്പിൾ മാപ്പായിരുന്നു. ഇത് കുറേ ഉണ്ട് തോന്നുന്നു. എത്ര ഉണ്ട്? ട്രെഡ്മില്ല്. ഇതൊക്കെ നമുക്കറിയാം. നമ്മൾ ചാടി പോയാൽ മതി. ഓക്കെ നമുക്ക് ചാടിപ്പോയാൽ മതി. ഓക്കെ അവിടെ എന്തോ സൗണ്ട് അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഓക്കെ ഗൈസ് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. ഓക്കെ നമ്മൾ എന്തോ ഒരു ഇതാണ്. ഓക്കെ ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ് ചാടിക്കോ. ഓക്കെ അത് മേലേക്ക് പോകുമ്പോൾ നമ്മളിങ്ങനെ ചാടി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് വേഗം പോകാൻ പറ്റും. ഓടാ എന്തൊക്കെ ഉണ്ടായേ? ഒരു പടക്കം പൊട്ടിയ പോലെ ഉണ്ട് ഗൈസ്. പടക്കം അമിട്ട്. ഓക്കെ ചാടിക്കോ. ഓക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ മാപ്പ് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ലൈറ്റ് കൂടെ പോകാൻ പറ്റും. അങ്ങനെ എന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. ഈ ട്രെഡ്മില്ലിൽ കൂടെ പോകേണ്ട ആവശ്യമില്ല. ഇപ്പം വീണ്ടും വന്നു ഗൈസ്. ഓക്കെ ഹോപ്പ് ഓൺ ടു ദ റോളർ കോസ്റ്റർ. എനിക്ക് റോളർ കോസ്റ്റർ പണ്ടേ പേടിയാണ് ഗൈസ്. ഇതാ മറ്റേ തുടക്കത്തിലുള്ള റോളർ കോസ്റ്ററാ. ഒരെണ്ണുള്ളൂ. എൻ്റെ കൂടെ കമ്പനിക്കാരുമില്ല ഗൈസ്. ഞാൻ ഒറ്റയാണ്. ഓക്കെ ഇതിൽ നമ്മൾ ഓടിക്കണം. അറിയില്ലേ അതിൽ ഒറ്റക്ക് പോകാൻ തോന്നുന്നു. അത് ഇറക്കത്തിലല്ലേ സ്പീഡ് ഉണ്ടാവുക. നമുക്കറിയില്ല ഗൈസ്. ഒരു വലിയ ഇറക്കമുണ്ട്. ഇങ്ങനെ പോയി ഇങ്ങനെ വരുന്നു. വലിയ ഇറക്കമുണ്ട്. ഗൈസ് അവിടെ പ്ലേയേഴ്സ് ഉണ്ടോ? അവിടെ പ്ലേയേഴ്സ് ഉള്ള പോലെയൊക്കെ തോന്നി. ഗൈസ് ഒക്കെ തോന്നിയതാവും. ഓക്കെ നമുക്ക് റോളർ കോസ്റ്റർ കയറാം. വലിയത്. ഗൈസ് അയ്യോ ഇതെന്ത് കഷ്ടമാണ്. റോളർ കോസ്റ്റർ റോളർ കോസ്റ്ററിൽ ഇരിക്കുന്ന ഒരു ഫീലാണ്. കാലൊക്കെ ഇതാവുണ്ട്. വെറുതെ പറയാണ് ഗൈസ്. കാലൊന്നും ഇതാവണില്ല. ഇങ്ങനെ എക്സ്പ്രഷനൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഓക്കെ ഗൈസ് സ്പീഡായിട്ടുണ്ട്. അതൊക്കെ അറിയാം. ഓക്കെ നമ്മൾ വന്ന കേൾക്കാൻ തിരിച്ചു പോവാ. എന്താ സംഭവം? എന്താ ഉദ്ദേശം എന്താ? ഓക്കെ ഗൈസ് നമുക്ക് താഴത്തോട്ട് പോവാം. ഓക്കെ അയ്യോ പാളല്ലിഞ്ഞ് ഞാൻ വീണ്. അയ്യോ എന്താണ്ടായേ? ഞാൻ പറന്നങ്ങ് പോയി. ചെക്ക് പോയിന്റാ ഗൈസ്. നമ്മൾ തീർത്തു. That was bumpy ride. At least we escaped the carnival. It seems creator has gotten a bit winner's room. Creator lazy ആയി guys. Few cool things we can use at this. Okay കുറച്ച് ഇതെന്താ സാധനം? എന്തോ ഒരു സാധനം ഉണ്ട്. ഗൈസ് നമുക്ക് സ്കേറ്റിംഗ് ബോർഡ് ഉണ്ട് ഗൈസ്. സ്കേറ്റിംഗ് ബോർഡ് എങ്ങനെ ഉപയോഗിക്കാം? സ്കേറ്റിംഗ് ബോർഡ് ഉപയോഗിക്കാൻ പറ്റൂലേ? പിന്നെ ഇത് ഇവിടുത്തെ സ്കേറ്റിംഗ് ബോർഡാണ് ഉപയോഗിക്കാൻ പറ്റാത്ത സ്കേറ്റിംഗ് ബോർഡ്. ഓക്കെ നമുക്ക് ഇങ്ങോട്ടൊന്ന് പോയേക്കാം. ഇവിടെ എന്തോ ഉണ്ട്. ക്രിയേറ്ററിന് മടിയായി ഗൈസ് വിന്നറിൻ്റെ റൂം ഉണ്ടാക്കാൻ. അതുമ്പോൾ തന്നെ ഫ്രഷ് ആയിട്ടുണ്ട് ഉണ്ടാക്കിയതാണ്. ഓക്കെ നമ്മൾ അപ്പോൾ ഇതെന്താണ് ഗൈസ്? ഒരു വേറെ ഗെയിമേക്ക് ഇതാക്കുക പരസ്യം ചെയ്യുക. അത് പുതിയ ഗെയിമാണ് വരുന്നത്. സോ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ.